+1 SSLC ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പറുകൾ ചോർന്നത് സ്ഥിരീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവരും വിതരണം ചെയ്യുന്നവരും അറിയാതെ ഇത് സംഭവിക്കില്ലെന്നും ഇത് പൊതുവിദ്യാഭ്യാസ മേഖലയോടുള്ള വെല്ലുവിളിയാണെന്നും മന്ത്രി പറഞ്ഞു. യൂട്യൂബർമാർക്കും ട്യൂഷൻ സെന്ററുകൾക്കുമെതിരെ രൂക്ഷ വിമർശനവും മന്ത്രി ഉന്നയിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയോടുള്ളൊരു വെല്ലുവിളിയാണ് ഇത്. പ്രസിദ്ധീകരിക്കുന്ന യൂട്യൂബ് ചാനലുകാരും അതുപോലെ തന്നെ സ്വകാര്യ വൻ ട്യൂഷൻ സ്ഥാപനങ്ങളും അവർ മനസ്സിലാക്കേണ്ട അവർക്കൊരു താൽക്കാലികമായിട്ടൊരു ലാഭം കിട്ടുമായിരിക്കും. ആ ലാഭം മാത്രം നോക്കി ഇത്തരത്തിൽ ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാടില്ല. നമുക്കിന്നിപ്പോൾ ഒരു നിർദ്ദേശം കൊടുക്കാം. എല്ലാ AEOമാർക്കും DOമാർക്കും രഹസ്യമായി ഏതൊക്കെ അധ്യാപകരാണ് നിയമവിരുദ്ധമായി സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ പോകുന്നതെന്ന് സംബന്ധിച്ചിടത്തോളം അത് അന്വേഷണം നടത്താം, കർശനമായ നടപടി സ്വീകരിക്കാം. എന്ന് മാത്രമല്ല, ഇതിൻ്റെ അന്വേഷണം അവരിലേക്ക് വ്യാപിക്കും. അവരിലൂടെയാണല്ലോ ഇത് പുറത്തു പോകാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും അത്തരക്കാരെ കണ്ടുപിടിക്കപ്പെട്ടാൽ അത്തരക്കാരെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല.